ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 1-2 ദിവസത്തെ കാഴ്ചകളെല്ലാം കൂടെ കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് വിട്ടുപോയി, പിറ്റേ ദിവസം കുറച്ചെടുക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ വീക്കിലെടുത്ത വീഡിയോ ആണ്. എനിക്കും ആദ്യം നല്ല പനിയായിരുന്നു. അപ്പോൾ ആദ്യം ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് ലീവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ കേട്ടോ. അപ്പോൾ പനി ദിവസം എന്ന് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചൊക്കെ വിട്ടു പോവുകയൊക്കെ ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സ്വന്തം വീഡിയോ, സ്വന്തം വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ആദ്യം നിൽക്കുകയാണ്. ആദ്യം സ്കൂളിൽ വിട്ടില്ല. ഒരാഴ്ചത്തോളം ആദ്യം ലീവായിരുന്നു. ആദ്യക്ക് ജസ്റ്റ് ഒരു പനി പോലെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണ് പനി കൂടിയിട്ട് സൈനസൈറ്റിസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ട വന്നു. അതിൻ്റെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫ്രണ്ടിലെ മുറിയൊക്കെ ഒരു 3-4 ദിവസമായിട്ടൊക്കെ ഫ്രണ്ടിലെ റൂമൊന്നും തൂക്കാതെ ആകെ നാശമായിട്ട് കിടക്കാം കേട്ടോ. ഞാൻ ഈ ടൈം ലാപ്സിൽ ഇട്ടുകൊണ്ടാണ് എനിക്ക് ഒട്ടും തന്നെ വയ്യാതെയാണ് ഞാൻ തൂത്ത് വൃത്തിയാക്കിയത്. കാരണം ഒരു 3-4 ദിവസത്തെ അഴുക്കുകളും ആദ്യം ടോയ്സൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ടതൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ സോഫയൊക്കെ മാറ്റി തൂക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്ക് വയ്യാതെ ഇങ്ങനെയൊക്കെ കുഞ്ഞു നിൽക്കുമ്പോൾ നല്ല പെയിനാണ് കവിളിൽ. സൈനസൈറ്റിസ് ഉള്ളവർക്ക് അറിയാം, കവിളൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത പെയിനാണ്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെയാണ് തൂത്ത് വാരിയതും ഒക്കെ. അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടന്നുകൊണ്ടാട്ടോ അങ്ങനെ ഞാൻ വൃത്തിയാക്കി വന്നത്. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. കാരണം അത്രയ്ക്കും കഠിനമായി എൻ്റെ സൈനസൈറ്റിസ് കേട്ടോ. ഭയങ്കര പെയിനായി, ആവി പിടിച്ചിട്ടും എൻ്റെ കയ്യിലുള്ള മെഡിസിൻസ് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചേട്ടൻ പറഞ്ഞ്, നീ ആരെ തോപ്പിക്കാൻ ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ. ഞങ്ങളുടെ ഒരുക്കോ മട്ടൊക്കെ കണ്ട് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ ഭയങ്കര വയ്യാഴിക കേട്ടോ. ആദ്യക്ക് ഒരു ജലദോഷം മാതിരിയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ആദ്യക്ക് പനി വരുമ്പോൾ ചൂടില്ലാതൊരു പനി വരുന്നത്. മറ്റേ ആദ്യക്ക് ഹൈ ടെമ്പറേച്ചർ കയറും, വേറെ അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും ആദ്യത്തെ പനി. ഫസ്റ്റ് ടൈമാണ് ആദ്യക്ക് മൂക്കൊലിപ്പും ചുമയും തുമ്മലുമായിട്ടൊരു പനി വന്നത്, ടെമ്പറേച്ചർ ഇല്ലാതെ. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാൻ പറ്റി. എന്നെ ആദ്യം ഒരു ഡോക്ടറിനെ തന്നെ കേട്ടോ കാണിച്ചത്, ഫിസിഷ്യനെയാണ് കാണിച്ചത്. ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് പോയത്. കാരണം നോർമലി ആസ്റ്ററിലാണ് ആദ്യം കാണിക്കുന്നത്. ആസ്റ്ററിലെ പീഡിയാട്രീഷ്യൻ്റെ പേഷ്യൻ്റാണ് ആദ്യം. പക്ഷേ ആസ്റ്റർ വരെയൊന്നും പോകാൻ, പിന്നെ എന്നെ വരെ ഡോക്ടറിനെ കാണിക്കണം. ഇതാവുമ്പം അടുത്താണ്, ഒറ്റ ഡോക്ടറിനെ മതി. അങ്ങനെയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് വന്നു. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ്. ഈ കാണുന്നത് ചേട്ടൻ ഓട്സ് കഴിക്കുന്നതാണ്. ഓട്സിനകത്തിൽ പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ടാണ് ചേട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ആദ്യം ബ്രെഡും ജാമും ആണ് കഴിക്കുന്നത്. ഇത് വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ് കേട്ടോ. മറ്റേതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഇത് അടുത്ത ഞങ്ങളുടെ വീക്കെൻഡ് വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ്. അപ്പം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. പതുക്കെ ഞാനൊന്ന് അപ്പം മരുന്നൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. ഒരു ദിവസമൊക്കെ കഴിഞ്ഞു, പതുക്കെ കുറഞ്ഞ് എൻ്റെ വന്നു. അങ്ങനെ ഞാൻ ഈ വയ്യാഴിക ഉണ്ടെങ്കിലും ഞാൻ അടുക്കളയിലൊക്കെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു മനസ്സ് അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വന്ന് എവിടെയെങ്കിലും കിടക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം വിചാരിച്ചു കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തന്നെ കഞ്ഞി കുടിക്കാൻ മടിയായിട്ട് ഞാൻ പെട്ടെന്ന് ചിക്കൻ തലേദിവസം വാങ്ങിച്ചായിരുന്നു. അപ്പം ചിക്കനും ഒരു തോരനും മോരുകറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ചിക്കൻ എല്ലായ്പ്പോഴും ചേട്ടനാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാൻ ആ സമയം കൊണ്ട് തന്നെ ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞൊക്കെ എടുത്തു. പിന്നെ നോർമലി എങ്ങനെയാണോ തോരനുണ്ടാക്കുന്നത് തോരനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 11 മണിയായപ്പോഴേ ഞാൻ അടുക്കളയിൽ കയറി. കാരണം ഞാൻ കുറച്ച് സ്ലോ ആണ്, വയ്യാത്തതുകൊണ്ട് എന്തിയും വലിഞ്ഞുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറി. ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഒരു 11 ആയപ്പോഴേ കിച്ചണിൽ കയറി. ചേട്ടൻ ഒരു 12:30 ആയപ്പോഴാണ് കയറിയത്. ചേട്ടൻ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അടുക്കളയ്ക്കകത്ത്. അങ്ങനെ തോരന് ഒരു സൈഡിൽ സെറ്റായി, ഒരു സൈഡിൽ ഞാൻ മോരുകറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പം ചേട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി തരുകയൊക്കെ ചെയ്യും. വയ്യാങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. പാത്രം കഴുകുകയും അത്യാവശ്യം നമ്മൾ പറയുന്നതൊക്കെ ചെയ്തു തരുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിലും എല്ലാ വീക്കെൻഡിലും ചേട്ടൻ നോൺ വെജ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ ചേട്ടനാണ് വെക്കുന്നത്, മീൻകറി ഒഴിച്ച്. അതായത് ബീഫോ ചിക്കൻ എന്തെങ്കിലും ആണെങ്കിൽ ചേട്ടനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചടപടേന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യും. ഞാനാണ് ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്. അപ്പം ഞാൻ തോരനും മോരുകറിയും ഉണ്ടാക്കി, ആ സമയം കൊണ്ട് തന്നെ ചേട്ടൻ ചിക്കൻ കറി ഉണ്ടാക്കി. എന്നിട്ടും ഞാൻ പുള്ളി ഉണ്ടാക്കിയിട്ട് പോയിട്ടും ഞാൻ പതുക്കെ പപ്പടമൊക്കെ കാച്ചിയൊക്കെ ഇങ്ങനെ 1-2 പാത്രമൊക്കെ കഴുകി ഇങ്ങനെ പതുക്കെ നിൽക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഞാൻ ഒരിടത്ത് പോയി ഇരിക്കുന്ന ശീലമില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ പറയും നിനക്ക് ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി ഞാൻ ഒരു 1.5 മണിക്കൂർ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ നിൽക്കും. ചേട്ടനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സാധനം 20 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് ബാക്കി 10 മിനിറ്റ് പോയി റെസ്റ്റ് എടുക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അരി ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ക്ലിപ്പ് മാറിപ്പോയതാണ്. അരി ഞാൻ ആദ്യമേ ഇട്ടതിന് ശേഷമാണ് തോരനും മോരുകറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കണ്ടമാനം നിറവാട്ടോ അരിക്കകത്ത്. ഞാനൊരു ഒരു അരി ഇടുന്നതിനൊരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിടും. കാരണം അത്രയ്ക്കും അതൊന്നും ഇതായാലേ കുതിർന്നാലേ നമുക്ക് ആ ഒരു അഴുക്ക് മുഴുവൻ പോകത്തുള്ളൂ. ഭയങ്കരമായിട്ട് ആ ചുമന്ന നിറവാണ്. അപ്പോൾ ചിക്കൻ റെഡി ആയപ്പോൾ ചേട്ടനൊരു ബ്രെഡും ചിക്കൻ കറിയും കൂടെ ഒക്കെ എടുത്ത് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഞാനും കഴിച്ചു. എനിക്കാണെങ്കിൽ ഒന്നിനും ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ആ ഒരാഴ്ച. അങ്ങനെ പതുക്കെ പപ്പടമൊക്കെ കാച്ചി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് പനി ആയതുകൊണ്ട് പപ്പടം എണ്ണ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സാരമില്ല എന്ന് പറഞ്ഞിട്ട് 2 പപ്പടമൊക്കെ കാച്ചിയൊക്കെ എടുത്തു. അങ്ങനെ ലഞ്ചൊക്കെ സെറ്റായി. ഇതാണ് ലഞ്ച്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തപ്പോഴാണ് ആലോചിച്ച 3-4 ദിവസത്തെ ക്ലോത്ത് തുണികളൊക്കെ കിടപ്പുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ സെറ്റായിട്ട് തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഇട്ടു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്രയും ദിവസം വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നു, അതായത് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച. നമുക്ക് പതുക്കെ ഷോപ്പിംഗ് അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നപ്പോൾ ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി. അങ്ങനെ നെസ്റ്റോയിലോട്ട് പോവാണ്. അയ്യോ വയ്യാണ്ടായിപ്പോയി കേട്ടോ. ഇത് കോർഫക്കാൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ഒമാൻ്റെ പ്രോപ്പർട്ടിയാണ്, ഒമാൻ്റെ ഏരിയ ആണ്. ഇവിടെ ഒമാൻ്റെ പെട്രോൾ പമ്പ്, ഒമാൻ്റെ കടകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഒമാൻ്റെ പോലീസ് സ്റ്റേഷനാണ് ഇതായി കാണുന്നത്. അങ്ങനെ നമ്മൾ അതിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് നമ്മൾ പെട്രോൾ അടിക്കാനാണ് അവിടെ പോയത്. അപ്പം അവിടെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് പോന്നു. വരുന്ന വഴിക്കൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അങ്ങനെ നെസ്റ്റോയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴുകാനൊക്കെ ഇട്ടു. ഇത് രാത്രിയിലത്തെ കഴിച്ചു കേട്ടോ. വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണമായിപ്പോയി. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത. നമ്മൾ പുറത്തിറങ്ങാതെ നമുക്ക് അറിയത്തില്ല ചൂടിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി. നമ്മൾ തീരെ ടയേർഡായിപ്പോയി. ഞാൻ പ്രത്യേകിച്ച്, ഞങ്ങൾക്ക് വയ്യായിരുന്നല്ലോ. പിന്നെ വന്നു കഴിഞ്ഞ് നല്ല പൂരം ഉറങ്ങി. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് റെഡി ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്നു. ചേട്ടന് ചിക്കൻ വെച്ചേക്കാന്ന് വിചാരിച്ചു. ചേട്ടന് ഡയറ്റ് ഫുഡാണ് കേട്ടോ ഇത് ഒരിക്കലും ഒരു വെയിറ്റ് ലോസിനുള്ള ഡയറ്റ് ഫുഡല്ല. കാരണം ചേട്ടനാണെങ്കിൽ ചേട്ടന് നേരത്തെ ഒരു റെസിപ്പിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ വെയിറ്റ് ലോസിൻ്റെ സമയത്തായിരുന്നു, ഫാറ്റ് കട്ടിങ്ങിൻ്റെ സമയത്തുള്ള ഡയറ്റായിരുന്നു. ഇപ്പോൾ ചേട്ടന് ഫാറ്റ് കട്ടിങ് അല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള റെസിപ്പി കേട്ടോ ഇത്. ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ, അതായത് പച്ച മണം അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്യും കേട്ടോ. ക്യാരറ്റോ ഞാൻ എൻ്റെ കൂടെ ബീൻസും ഒക്കെ അരിഞ്ഞ് ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് നന്നായിട്ട് കുക്കറിനകത്തിൽ വേവിച്ച ചിക്കനാണ് കേട്ടോ ഇത്. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്തിട്ട് ഈ ക്യാരറ്റിനകത്തോട്ട് ഇച്ചിരി കുക്കിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. കുക്കിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഈ വെന്ത ചിക്കൻ ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അങ്ങോട്ട് ആഡ് ചെയ്ത് കുറച്ചേറെ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ചിലപ്പം വിചാരിക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരം കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും കേട്ടോ. ആർക്കായാലും നമുക്ക് മടുക്കും. പക്ഷേ ചേട്ടൻ ഇത് 2-3 നേരമൊക്കെ കഴിക്കും കേട്ടോ. ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഡെഡിക്കേഷനാണ്. എന്നെ കൊണ്ടൊന്നും
ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എന്നോട് എപ്പോഴും പറയും നീ ഇങ്ങനെ ചിക്കൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കഴിക്കും. പക്ഷേ എനിക്ക് ചിക്കൻ ഞാൻ 1-2 നേരം കഴിക്കും, 3-ാമത്തെ നേരം കഴിക്കാൻ കുറച്ച് മടിയാണ്. അതിനിപ്പം എത്ര ഡെലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയാലും എനിക്ക് 2 നേരം കഴിച്ച് കഴിഞ്ഞാൽ 3 കാരണം ഞാൻ വളരെ ലേറ്റായിട്ട് ചിക്കനൊക്കെ കഴിച്ച് തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഇത്രയും ചിക്കനൊക്കെ കഴിച്ച് തുടങ്ങിയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. ചിക്കനും ബീഫും ഒക്കെ ഞങ്ങൾ വർഷത്തിൽ 1, 2, 3, 4 വട്ടമൊക്കെ ആകെ ചിക്കനൊക്കെ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനൊരു എനിക്ക് മീനോടാണെങ്കിലും തീരെ താല്പര്യമില്ല, ചിക്കനാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്കൊരു 2 നേരം അടുപ്പിച്ച് കഴിച്ചാൽ 3-ാം നേരം കഴിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലതാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഉണ്ടാക്കുന്ന ഈ ചിക്കൻ്റെ ടേസ്റ്റ്. കാരണം കുക്കിംഗ് ക്രീമും ആ ഒരു ബട്ടറിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സ് എല്ലാം കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും വാങ്ങിക്കും. മൊസമ്പി, ഓറഞ്ചും, പേരയ്ക്കയും, മാങ്ങ ഭയങ്കര പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. സഹിക്കാൻ വയ്യാത്ത പുളിയായിരുന്നു. എങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ മതിയോ ചേട്ടാ ഇനി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേ ചേട്ടൻ പറഞ്ഞു പുളിയാണെങ്കിൽ പെട്ടുപോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 3 ഒതുക്കുക കേട്ടോ. എന്നിട്ട് മുന്തിരിങ്ങയും ഇതുപോലെ കഴുകാനിട്ടു. മുന്തിരിങ്ങയൊക്കെ ആദ്യത്തെ ഫേവറേറ്റ് ആട്ടോ. ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ വിനേഗറൂടെ മിക്സ് ചെയ്താട്ടോ കഴുകി എടുക്കുന്നത്. പിന്നെ പഴയ 3 കുക്കുംബർ ഇരുന്നത് കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് ചേട്ടനുള്ള ചോറും എല്ലാം വെക്കാൻ പോവുകയാണ്. ബസ്മതി റൈസാണ് ആ ചിക്കൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറും ഒക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാം പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തുകൊണ്ട് പോയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. ഒരു നാരങ്ങ പീസൂടൊക്കെ ആഡ് ചെയ്താൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. ഇങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേയിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പുതിയ സോപ്പ് പൊടിയൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ആവേശത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തുണികൾ അപ്പോൾ ഇന്നലെ കുറേ സെറ്റ് തുണി കഴുകി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് 2 പുതപ്പ് കിടപ്പുണ്ട് കഴുകാൻ വേണ്ടി. അപ്പോൾ അത് നീ കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുതിയ സോപ്പ് പൊടി വാങ്ങിച്ചതിൻ്റെ ഒരു ആക്രാന്തത്തിൽ സോപ്പ് പൊടിയൊക്കെ മാറ്റി വലിയ സ്റ്റൈലിൽ അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. പക്ഷേ കുറേ സോപ്പ് പൊടി താഴെ വെച്ചാൽ മേശപ്പുറത്ത് വീണ്. കാരണം അതിനകത്തിൽ വലിയൊരു കപ്പ് പോലെ സംഭവം ഉണ്ടായിരുന്നു ഏരിയലിൻ്റെ പാക്കറ്റിനകത്തിൽ. അപ്പോൾ അത് ഞാൻ കാണാതെ എടുത്തിട്ടത് കൊണ്ട് തന്നെ കുറച്ച് അവിടെയൊക്കെ വീണു. പക്ഷെ അതെല്ലാം ഞാൻ തൂത്തുവാരി എടുത്തു കേട്ടോ. അങ്ങനെ 2 പുതപ്പൊക്കെ കഴുകി ഒക്കെ മാറ്റിയൊക്കെ ഇട്ടു. അടുക്കള അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് വൃത്തികേടായി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടും 2 ദിവസമായിട്ട് ആൻറ്റിബയോട്ടിക്സ് ബോഡിയിൽ കയറിയതിൻ്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടും പതുക്കെ വൃത്തിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇറങ്ങി. പക്ഷേ ഞാൻ കുനിഞ്ഞൊന്നും ചെയ്തില്ല കേട്ടോ. കുനിഞ്ഞ് ചെയ്യുമ്പോഴാണ് സൈനസ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നേരെ നിന്ന് ചെയ്യുമ്പോൾ വലിയ സീനുകളില്ല. അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഞാൻ പതുക്കെ എല്ലാ സ്ഥലങ്ങളും തുടച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സൈഡിൽ ചോറാവുന്നുണ്ട്, ഒരു സൈഡിൽ ഞാൻ എന്തോ ഒരു സാധനം വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. എന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല. പയറാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല എന്തുവാന്ന്. കാരണം ഒരാഴ്ചയ്ക്ക് മേലെയായി ഈ വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് എന്തുവാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതിൽ കുക്കറിനകത്ത് ചോറാണ്, അതിൻ്റെ ഇപ്പുറത്ത് എന്തോ ഒരു സംഭവം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമാണെങ്കിൽ ഫ്രണ്ടിലെ മുറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരാഴ്ചയായിട്ട് അവന് സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അവനും ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അടുക്കള ഫുള്ള് നീറ്റാക്കി. നല്ല പാടായിരുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഞാൻ ഒത്തിരി സമയം എടുക്കും ജോലികൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഡെയിലി തുടയ്ക്കുന്നതൊക്കെ തുടച്ചങ്ങ് പോകും. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് പോകുമായിരുന്നു. പക്ഷേ കോർണർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സാധനങ്ങൾ മാറ്റി തുടയ്ക്കാത്തതായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ സിങ്കൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇട്ടു. എനിക്ക് ഭയങ്കര നമ്മൾ ഈ ഡെയിലി ഇവിടെ ചിക്കൻ എടുക്കുന്ന സിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി മാക്സിമം നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പം ഒരാഴ്ചയായിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ഞാൻ കഴുകി തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ ബലത്തിലാട്ടോ. ഇനി ഇത് അസുഖം കൂടിയാലും അതുണ്ടല്ലോ എന്നുള്ള ബലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒന്നും കൂടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ സൗണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവും, സൗണ്ടും ഒന്നും ഇപ്പോഴും പ്രോപ്പർ ആ ഇതിലോട്ട് വന്നിട്ടില്ല. അങ്ങനെ അടുക്കള നീറ്റാക്കി സന്തോഷിച്ച് വന്ന് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അത് കൈയോടങ്ങ് മടക്കി വെച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിന്നെ വന്ന് ഫുൾ റെസ്റ്റൊക്കെ എടുത്തു. ഇത് വൈകിട്ടത്തെ കാഴ്ചകളാണ്, ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. ബൈ.